മതമാണ് വലുത് എന്ന് പറയുന്നത് ഇതേ ഷാജി തന്നെയാണ്. ഇനി നിങ്ങൾ പറയും ഇതിലെവിടെയാണ് ഈ പറയുന്ന മതേതരത്വം ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുക. എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഞാനും കണ്ടിട്ടുള്ള കാര്യമാണത്. അത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇൻസൈഡർ ഓപ്പറേഷൻ ആണ് എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബാറ്ററി സേവം പടർന്നു പന്തലിക്കും. പിന്നെ ഈ ഹൈ റേഞ്ചിലെ ആനക്കാട്ടിൽ ഈ പച്ചൻ ഈ ഞാനാ, മനസ്സിലായില്ലേ? ഇത്രമാത്രം അധപ്പതിച്ച ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾ കൊണ്ടുനടക്കുന്നത്? ഇത്രയും വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിനെക്കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അത് മുത്തച്ഛൻ വലിയ രാജ്യസ്നേഹിയായിരുന്നു അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഈ മുതുമുത്തച്ഛൻ ഇങ്ങനെ പോയി ഇത് ഈ ഫാമിലിയിൽ തളച്ചിടപ്പെടുന്നു എന്നൊരു വലിയ പ്രശ്നം ഇത് നിങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കാൻ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കല്യാണം കഴിക്കാതെ നടക്കുന്നതിന്റെ കാരണം ഒരു കുട്ടി ഉണ്ടാകാതെ നോക്കുക എന്നതായിരിക്കണമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇതെങ്ങനെയാണ് ഭീകരവാദികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്? ഇതിലെന്തിനാണ് കോൺഗ്രസ് ഇത്ര വേർപ്പൊഴുക്കുന്നത്? ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നൊരു വിഷയമാണ്. അതായത് ഇവിടെ തീവ്രവാദത്തെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഉടനെ തന്നെ ഈ പറയുന്ന വിശ്വാസികളെ കൊണ്ടുവച്ചുകൊണ്ട് അതിനെ അങ്ങനെ പറയരുത്, അത് വിശ്വാസികൾക്ക് വേദനയാകും എന്ന് പറയുന്ന ഒരു നിലപാട്, അത് സത്യത്തിൽ എത്രമാത്രം ഡാമേജിങ് ആണ്, അത് വളരെ കുഴപ്പം പിടിച്ചൊരു നിലപാടാണെന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ട്. ഇവിടെ നമ്മളത് ആവർത്തിക്കുന്നതാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയൊരു ഷോർട്സ് കണ്ടാണ് ഞാനത് ആ വീഡിയോ പരിചയപ്പെടുന്നത്. പിന്നീട് അത് മുഴുവൻ ഇരുന്ന് കാണേണ്ടി വരികയാണ് ചെയ്തത്. കാരണം നമ്മൾ എന്താണോ ഇവിടെ പറയുന്നത് ആ സംഗതികൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇദ്ദേഹവും പറയുന്നതായിട്ട് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലുകളായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പ്രധാനമായിട്ട് ഇപ്പൊ ഈ ജാതി വ്യവസ്ഥിതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ആ ഒരു വളരെ കൂടിയ തരത്തിലുള്ള ഒരു ജാതി ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇതിനകത്ത് കുത്തിത്തിരിക്കുന്നത് കാണുമ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷൻ 2047 ഡോക്യുമെന്റ്, അതിനകത്ത് എന്താണോ ആ തീവ്രവാദ കൂട്ടം എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എന്താണോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെ പാരറ്റ് ചെയ്യുക, ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ പാരറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സത്യത്തിൽ ഇവരുടെ വായിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകളിലൂടെ കാണാൻ കഴിയുന്നത്. അതെന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഡോക്യുമെന്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇവിടെ ഉള്ള ഭരണവർഗം അവര് ഈ പറയുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതുപോലെ മുസ്ലിങ്ങൾക്കും എന്നും ശത്രുക്കളാണ് എന്ന് നമ്മൾ വരുത്തി തീർത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാചകത്തിന്റെ ഒരു അർത്ഥം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് പറയണം, ആ ഒരു ശത്രുത അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് അവിടെ പൊക്കി വെക്കേണ്ടത്? ഈ ജാതിയാണ്. അപ്പൊ ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ, അതിന്റെ പേരുള്ള പെരുപ്പിച്ച കഥകളും പറഞ്ഞ് ആളുകളുടെ ഉള്ളിൽ ഒരു വിരോധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയാണ് എന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ തിരിച്ചറിയുക. ഇത് ഉണർന്നു വരണം, ഇത് ഉയർന്നു വരണം, മാറണം എന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഇതുപോലുള്ള ആളുകളെ മാറ്റി നിർത്തുക. ഈ കുടുംബവാഴ്ചയൊക്കെ തള്ളി പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്നിപ്പോൾ കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ, ശശി തരൂരൊക്കെ അത് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചറിവാണ് അതിന്റെ കാരണം. ഈ തിരിച്ചറിവ് ഓരോ പൗരനും ഉണ്ടാവേണ്ടതാണെന്നാണ് ഞാൻ പറയാം. അത് ശരിയാ. പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഞാനും കണ്ടിട്ടുള്ള കാര്യമാണത്. അത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇൻസൈഡർ ഓപ്പറേഷൻ ആണ് എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രമാത്രം അധപ്പതിച്ച ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾ കൊണ്ടുനടക്കുന്നത്? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഭരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തോൽവികളെ നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കെട്ടുകഥകളും ഇതുപോലെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ പോലുമുള്ള ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ.
ഇവിടെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു അത് പൊതുവെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും ഈ ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെ മറികടന്ന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകൾ ഈ രംഗം വാഴുന്ന ഒരു സമയം വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ വോട്ട് ബാങ്ക് കളിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. അങ്ങനെ പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ആരുടെ വോട്ടിന് വേണ്ടിയാണ് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടുന്നത്? കഷ്ടപ്പെട്ടോക്ക് വെറുതെ ഇവിടെ ശശി തരൂർ പറഞ്ഞ പോയിന്റാണ് ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നത്. അതായത് ഈ ഫാമിലി ആ ഒരു ലീനിയേജ് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങൾക്കും അതൊരു കവറായിട്ട് മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ വീണ്ടും ഇവിടെ റെജീം പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഒരു സംഗതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാതെ നടക്കുന്നത്? ഇതാണ് എന്റെ സംശയം. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. കാരണം ഇങ്ങനെ ഈ മുതുമുത്തച്ഛൻ ഇങ്ങനെ പോയി ഇത് ഈ ഫാമിലിയിൽ തളച്ചിടപ്പെടുന്നു എന്നൊരു വലിയ പ്രശ്നം ഇത് നിങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കല്യാണം കഴിക്കാതെ നടക്കുന്നതിന്റെ കാരണം ഒരു കുട്ടി ഉണ്ടാകാതെ നോക്കുക എന്നതായിരിക്കണമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഷാജേട്ടാ, എന്നാടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. ഓ പറ്റിയാലേ നീ അടിക്കണ്ട, അവിടെ വെച്ച് ഞാൻ അടിച്ചോളാം. അത് രണ്ട്, നിങ്ങൾ എന്തെല്ലാം മണ്ടത്തരം ചെയ്താലും, നിങ്ങളുടെ മുത്തച്ഛൻ ഇനി വലിയ IAS ഓഫീസർ ആയാലും ശരി, വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആണെങ്കിലും ശരി, നിങ്ങൾ പറയുന്ന മണ്ടത്തരം അത് മണ്ടത്തരം തന്നെയാണ്. അപ്പോ നിങ്ങളൊരു ഡിസ്പാരിറ്റി കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം നിങ്ങൾക്കുണ്ട്. അതാദ്യം നിങ്ങൾ മാറ്റൂ. ഡിസ്പാരിറ്റി ഈസ് നോട്ട് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ. അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ റീച്ച്, അവരുടെ എക്സ്പോഷർ, ഇതെല്ലാം അതിനകത്ത് ഘടകങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും പറയാൻ അറിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം ഈ പറയുന്ന ഇത്രയും വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിനെക്കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അത് മുത്തച്ഛൻ വലിയ രാജ്യസ്നേഹിയായിരുന്നു അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോ ഈ പറയുന്ന ഈ മണിപ്പൂർ വിഷയത്തിൽ ഇവർ മനഃപൂർവ്വം വളച്ചൊടിച്ച പോലെ തന്നെ മനഃപൂർവ്വം വളച്ചൊടിച്ച മറ്റൊരു വിഷയമുണ്ട്. അത് ഇവിടുത്തെ പൗരത്വ ഭേദഗതി വിഷയമാണ്. അതായത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുസ്ലിങ്ങളെ പുറത്താക്കും എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഇവിടെ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഇവിടെ ഏതെങ്കിലും മുസ്ലിമിനെ ഇവിടുന്ന് പുറത്താക്കിയോ? ഞാനും ഒരു മുസ്ലിമായിട്ട് ജനിച്ച ആളാണ്. ഇവിടെ നമ്മളെ വീട്ടിൽ നിന്നോ നമ്മുടെ കുടുംബത്തിലോ എനിക്ക് അറിയുന്ന ആളുകൾ ഇവിടെ പല രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നുണ്ട്. ഒരാളെയും ഇവിടെ പുറത്താക്കിയതിന് ഒരു തെളിവ് പോലും ഇല്ല. ഒരു മര്യാദ വേണ്ടേ? ഞാൻ വീണ്ടും അതിൽ ചോദിക്കുന്ന ഇതാണ്, നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ? മണിപ്പൂർ വിഷയത്തിൽ എന്താണ് വർഗീയത എന്ന് നിങ്ങൾ എന്തിനാ പറയാതിരിക്കുന്നത്? അതുപോലെ ഈ പഹൽഗാം വിഷയത്തിലുള്ള യാഥാർത്ഥ്യം അത് ഇസ്ലാമിക ഭീകരതയാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കുന്നത് എന്തിനാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. ഇന്ത്യൻ ആർമിയുടെ തലപ്പത്ത് ഇതുവരെയും ദളിതരില്ല, ഇന്ത്യൻ ആർമിയെ സവർണർ നിയന്ത്രിക്കുന്നു എന്നുള്ള തലത്തിലൊക്കെ പറഞ്ഞു വെക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അറിവ് എന്ന് പറയുന്നത് പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയിലെ വരെ ജാതി എടുത്തിട്ട് ഇന്ത്യൻ ആർമിക്ക് അകത്ത് വരെ ഒരു ജാതി കലാപം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്ത്യൻ ആൻറ്റി നാഷണൽ കോൺഗ്രസ് ആകുന്നു എന്ന് പറയുന്നത് അത് അക്ഷരം പ്രതി ശരിയാകുന്നു എന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും വരാൻ പാടില്ലാത്തൊരു സമീപനമാണിത്. നമുക്ക് ചിലപ്പോൾ തോന്നും ഒരു രാഷ്ട്രീയമാണ്, ഒരു തിരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് സംസാരിക്കുന്നതാണ്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നതാണ്, ചിലപ്പോൾ സ്ലിപ്പ് ഓഫ് ദ ടങ്ക് വരുന്നതായിരിക്കും. ഇത് സ്ലിപ്പ് ഓഫ് ദ ടങ്ക് അല്ല. കാരണം അദ്ദേഹം ആവർത്തിച്ച് വളരെ ഇന്റൻഷണലി തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. അസ്പ്രസ്ഥാന ഹൃദസ്തന്തിയും പ്രവൃത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുസ്താനങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ.
അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇപ്പോഴും ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് വേദിയിലും ചെന്ന് നിന്ന് ചെയ്യുന്നതും അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. ഇവർ റിയലി എംപവേർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിനെ മിസ്യൂസ് ചെയ്യുക, ആ മിസ്യൂസ് ചെയ്തുകൊണ്ട് അവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം, ആ സൃഷ്ടിച്ചു വെച്ച കാര്യത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നിൽക്കുന്ന അവരുടെ ദാരിദ്ര്യാവസ്ഥ, ആ ദാരിദ്ര്യാവസ്ഥ ഉൾപ്പെടെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ ഒരു കാലഘട്ടത്തിൽ മുമ്പിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ എല്ലാ കാലഘട്ടത്തിലും മറ്റുള്ളവർക്കെതിരായിട്ട് തിരിക്കുവാൻ വേണ്ടിയിട്ട്, അത് ഈവൻ സൈന്യത്തിനകത്തേക്ക് പോലും ആ ജാതി കലാപത്തിനുള്ളൊരു കോപ്പ് അദ്ദേഹം കൂട്ടുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടകരമാണ്. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. ഞാൻ ഇവിടെ റിജി പറഞ്ഞ ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടി സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ അത് പിരിച്ചുവിടണം എന്ന് പറഞ്ഞത് ഗാന്ധി തന്നെയാണ്. അപ്പൊ അതെന്തിനായിരിക്കും കൂടി ഒന്ന് അദ്ദേഹം പറയണം. അത് ഭരണ ഭയക്കോ കൊടുത്തു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ അതേപോലെ ഈ കോണി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കോണിയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് പിടിച്ചത്. ഞാൻ ഈ മലബാർ റീജിയനിൽ നിന്നാണ് വരുന്നത്. അവിടെ എങ്ങനെയാണ് ഈ വോട്ട് പിടിക്കുന്നത് നമുക്കറിയാം. സ്വർഗത്തിലെ ലീഗിൽ നിന്ന് പോയാൽ നിങ്ങൾ ദീനിൽ നിന്നുമാണ് പോകുന്നതെന്നാണ് അവർ പറയുക. ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് അവിടെ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മതമാണ് വലുത് എന്ന് പറയുന്നത് ഇതേ ഷാജി തന്നെയാണ്. ഇനി നിങ്ങൾ പറയും ഇതിലെവിടെയാണ് ഈ പറയുന്ന മതേതരത്വം ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുക. എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. ഈ പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാഥമിക അംഗത്വം എന്ന് പറയുന്നത് അത് മുസ്ലിമിന് മാത്രമാണ്. നിങ്ങൾക്കൊരു മുസ്ലിമിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോയി ഒരു പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത അത് മറ്റു മതത്തിൽപ്പെട്ടുള്ള ആളുകൾക്കുണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട. ഇനി എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഏതൊരു മുസ്ലിമിന് വേണമെങ്കിലും BJP-യിൽ പ്രാഥമിക അംഗത്വം എടുത്ത് അതിന്റെ നാഷണൽ പ്രസിഡന്റോ സെക്രട്ടറി ആവാം, അതിന്റെ കാൻഡിഡേറ്റ് ആയിക്കൊണ്ട് ഇവിടെ പ്രധാനമന്ത്രി ആവാനുള്ള അവസരം BJP കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നിഷേധിക്കുമോ? അപ്പോൾ അങ്ങനെയാണോ ഈ പറയുന്ന ഈ മുസ്ലിം ലീഗ് അവിടെ നിൽക്കുന്നതല്ല? 100% ഞാൻ യോജിക്കുന്നു. എനിക്കറിയണ്ട. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ, ഇത്തരത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന്റെ ഇന്നും നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ സ്വാതന്ത്ര്യ കാലത്ത് മുതൽ ഗാന്ധി വരെ കൊണ്ടു നടന്നിട്ടുള്ള സംഗതികൾ അത് ഇന്നും നിങ്ങൾ പേറിക്കൊണ്ട് നടക്കുക മാത്രമല്ല, ഇന്ന് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നതിൽ ഈ കോൺഗ്രസും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയിലൂടെ പുറത്തെടുക്കുന്ന ഈ ഒരു സംഗതിയും വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിന് കൊണ്ടെത്തിയത്. ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് നിങ്ങൾ കൊണ്ടെത്തിയത്. അപ്പൊ എൻ്റെ ഒക്കെ ഒരു റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി തിരിച്ചിട്ട് നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടൊരു പ്രതിപക്ഷത്തിന് ഒരു പ്രതിപക്ഷത്തിന് ഇവിടെ നിലനിർത്താൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പണിയെടുത്ത് കാണിക്കൂ എന്നാണ് എനിക്ക് നിങ്ങളോട് വെക്കാനുള്ള ഒരു റിക്വസ്റ്റ്. വളരെ തെറ്റായ ദിശയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ.